ഗാങ്സ്റ്റേഴ്സിൻ്റെ ലൈഫ് കാണിച്ചിരാന്ന് പറഞ്ഞ് തഗ് ലൈഫ് എന്ന പേരിൽ കമൽഹാസനെ വെച്ചൊരു ചുഗ് ലൈഫ് ചെയ്യണമെന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതും നല്ല റിയൽ ആയിട്ടുള്ള ഗാങ്സ്റ്റേഴ്സിൻ്റെ ലൈഫ്, ശരിക്കത്തുള്ള ഗാങ്സ്റ്റേഴ്സിൻ്റെ ലൈഫ് കാണിക്കുന്ന പുതിയ 2 കിഡിലൻ സീരീസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ പാരമൗണ്ട് പ്ലസിലൂടെ പുറത്തിറങ്ങിയ മോബ്ലൻഡ് എന്ന സീരീസ്, രണ്ടാമത്തെ മേഴ്സി ഫോർ നൺ എന്ന് പറഞ്ഞ് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ സീരീസ്. 2 കിഡിലെ സാധനമാണ്. രണ്ടിൻ്റെയും കൂടി ഒരുമിച്ച് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. കാരണം രണ്ടും ഒരേപോലത്തെ ഗാങ്സ്റ്റർ സീരീസുകൾ തന്നെയാണെങ്കിലും രണ്ടും വേറിട്ട ജോണറാണ്. ഒന്നൊരു പക്ക ആക്ഷൻ ബാക്ക്ഡ് സാധനമാണെങ്കിൽ മറ്റേതൊരു പക്ക പീക്ക് ഡ്രാമയാണ്. എന്നാൽ രണ്ടിനോട് ആ ഒരു ജോണറിനെ വെച്ച് കിഡിലാണെന്ന് പറയാം. ഇപ്പോൾ ആക്ഷനുള്ള സീരീസിൽ വലിയ കഥയൊന്നും ഉണ്ടാവില്ല, എന്നാൽ നല്ല കഥയുള്ള സീരീസിൽ വലിയ ആക്ഷനും ഉണ്ടാവില്ല. സോ ബാലൻസ്ഡ് ആയിട്ട് പോകുന്ന 2 സാധനം. ഫസ്റ്റ് തന്നെ മോബ്ലാൻഡ് വെച്ച് തുടങ്ങിയാൽ ഇതിൽ ഒരു പക്ക ആക്ഷൻ ബാക്ക്ഡ് സാധനമൊന്നുമല്ല, ഭയങ്കര സ്ലോ പേസിൽ പോകുന്ന ഒരു കിഡിലൻ ഡ്രാമയാണ്. സീരീസ് ചർച്ച ചെയ്യുന്ന ഒരു ഹാരിഗൻ എന്ന് പറഞ്ഞൊരു ഫാമിലി ഉണ്ട്, ഒരു ഗാങ്സ്റ്റർ ഫാമിലി. സോ ലണ്ടനിലുള്ള അല്ലെങ്കിൽ ബ്രിട്ടനിലുള്ള ഒരു വലിയ ഫാമിലിയാണ്. ലണ്ടനിലുള്ള ഇതുപോലത്തെ കുറേ ഗാങ്സ്റ്റർ ഫാമിലീസിനെ പറ്റി ഇതിനു മുമ്പ് ഗാങ്സ് ഓഫ് ലണ്ടൻ എന്ന് പറഞ്ഞ സീരീസാണ്. അത് കിഡിലാണ്, അത് കുറേ കൂടി ആക്ഷൻ ബാക്ക്ഡാണ്. ആൻഡ് അതേപോലെ തന്നെ അത് ഭയങ്കര വയലൻ്റ് ആണ്, ഭയങ്കര വയലൻറ്റും ത്രില്ലിംഗ് ആയിട്ടുള്ള സീരീസായിരുന്നു ഗാങ്സ് ഓഫ് ലണ്ടൻ. സോ ഇതും അതേപോലെ തന്നെ ലണ്ടനിലുള്ള ഒരു കൂട്ടം ഗാങ്സിൻ്റെ ഒരു കൂട്ടം ഗാങ്സ്റ്റർ ഫാമിലീസിൻ്റെ കഥ പറയുന്ന ഒരു പടമാണ് ഈ ഒരു മോബ്ലാൻഡ്. സോ ഹാരിഗൺ എന്ന് പറഞ്ഞൊരു വലിയൊരു ഫാമിലി, ഒരു വലിയ ഗാങ്സ്റ്റർ ഫാമിലി. കുറേ കാലമായിട്ട് അവർ പോലീസുകാരൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ തൊട്ടാൻ ഇതുവരെ പറ്റിയിട്ടില്ല. എന്തെങ്കിലും ഒരു ഹോള്, എവിടെയെങ്കിലും ഒരു ഹോള് കിട്ടാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് പോലീസുകാർക്ക് കയറി ചെല്ലാൻ. പക്ഷേ നല്ല കൺട്രോളിൽ ഇങ്ങനെ പവറിലിരിക്കുന്ന ഒരു ഫാമിലി. ആ ഫാമിലിയിൽ വള്ളി പിടിക്കുന്ന കുറേ പേരുണ്ട്, കുറേ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. ഒരു ചെറിയ പയ്യനുണ്ട്, അവരുടെ ഏറ്റവും ഒരു ഗ്രാൻഡ് സൺ എന്ന് പറയുന്നത്, ഒരു ഗ്രാൻഡ് ഫാദർ ലെവൽ അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദർ സെറ്റപ്പിലുള്ള ആളാണ് ഇതിൽ മെയിൻ ഹെഡ് എന്ന് പറയുന്നത് കോൺറാഡ് ഹാരിഗൻ. നമ്മുടെ PS ബ്രോൺസൺ അവതരിപ്പിക്കുന്ന ക്യാരക്ടറാണ്. PS ബ്രോൺസൺ ഉൾപ്പെടെ വലിയൊരു കാസ്റ്റ് ലിസ്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഫുൾ ലെങ്ത് പടം കാണാൻ നമുക്ക് ഫീൽ ചെയ്യും, ഒരു സീരീസ് കാണാൻ നമുക്ക് തോന്നുകയില്ല. കാരണം സീരീസുകളിലൊക്കെ നമ്മൾ പുതിയ ഫ്രഷ് ഫേസസ് ആയിരിക്കും കൂടുതലായിട്ട് കാണാറ്. പക്ഷേ ഇതിനങ്ങനെയല്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള, അഭിനയിക്കാൻ അറിയാവുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ഹോളിവുഡ് സിനിമകളിൽ കണ്ട് പരിചയമുള്ള മുഖങ്ങൾ മാത്രമാണ് ഈ സീരീസിൽ വരുമ്പോൾ അപ്പം തന്നെ അതിൻ്റെ ക്വാളിറ്റി വേറെ ലെവലിലേക്ക് എത്തിയെന്ന് പറയാം. ആൻഡ് ഇങ്ങനെയുള്ള ഒരു ഫാമിലിയുടെ ആ ഒരു ഫാമിലി മെമ്പേഴ്സ് പിടിക്കുന്ന എല്ലാ വള്ളികളും തീർക്കുന്ന ഇവരുടെ എല്ലാവരും കൂടി ഒരു കയ്യാളാണ് ഇതിലെ ടോം ഹാർഡി അവതരിപ്പിക്കുന്ന ഹാരി എന്നൊരു ക്യാരക്ടർ. ഹാരി ഡിസൂസ് ആണെന്ന് തോന്നുന്നു. സോ ആൾക്കൊരു സെപ്പറേറ്റ് ആയിട്ടൊരു ഫാമിലി ലൈഫുണ്ട്, ഒരു ഭാര്യയുണ്ട്, ഒരു മകനുണ്ട്. പക്ഷേ ആൾ ഭയങ്കര ലോയലായിട്ടുള്ളൊരു സർവൻ്റ് ആണെന്ന് പറയാം. പണ്ട് മുതലേ, ചെറുപ്പം മുതലേ ഈ ഒരു ഹാരിഗൻ ഫാമിലിയോടൊപ്പം എടുത്തു വളർത്തിയ, അവരുടെ തന്നെ ഒരു കുട്ടീനെ പോലെ അവർ കൊണ്ടു നടക്കുന്നൊരു ക്യാരക്ടറാണ്. എന്നാൽ അവർക്കറിയാം ഇത് പുറത്തു നിന്നുള്ള ആളാണ്. ഒരു ലോയലായിട്ടുള്ളൊരു നായ എന്ന രീതിയിലാണ് അവർ മൂപ്പര് കൈകാര്യം ചെയ്തിട്ടുള്ളത്. പക്ഷേ തിരിച്ച് മൂപ്പർക്ക് അങ്ങനെയല്ല, ഭയങ്കര ലോയൽറ്റി ഹൈ ആയിട്ട് നിൽക്കുന്നു. ഈവൻ മറ്റ് ഫാമിലീസ് അടക്കം മൂപ്പർ വിളിച്ചിട്ടുണ്ട് മൂപ്പറുടെ സ്കില്ല് കണ്ടിട്ട്. പക്ഷെ അവരുടെ അടുത്തേക്കൊന്നും പോകാതെ ഇവിടെ മാത്രം ലോയലായിട്ട് വർക്ക് ചെയ്യുന്ന ഹാരി എന്നൊരു ക്യാരക്ടർ. ഇങ്ങനെ ഇരിക്കുന്നൊരു ഫാമിലിയിൽ ഏറ്റവും അവസാനത്തെ സന്തതി എഡ്ഡി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, എഡ്ഡി ഹാരിഗൻ. ഈ ഒരു എഡ്ഡി ഹാരിഗൻ ഇവരുടെ തന്നെ റൈവലായിട്ടുള്ള വേറൊരു ഫാമിലി ഉണ്ട്. ആ ഒരു ഫാമിലിയിൽ ഇതേപോലത്തെ ചെറിയ അടുത്ത തലമുറ ആവേണ്ട അടുത്ത പയ്യൻ, ഇതേ ഒരേ പ്രായക്കാരാണ്. അവനെ വിളിച്ചിട്ട് ഒരു പബ്ബിൽ പോകും. അവിടെ വെച്ച് ഈ ഒരു പയ്യനെ കാണാനില്ല. അപ്പോൾ ഇവർ വിചാരിക്കും ഇവരൊക്കെ കൂടി ഇവനെ കൊന്നാണെന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് അവിടെ നിന്ന് ഇതിങ്ങനെ സ്പാർക്കായി. ഇത് ഫസ്റ്റ് എപ്പിസോഡിന് ഇനീഷ്യൽ സീക്വൻസ് തന്നെ കാണിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്, സ്പോയിലറായിട്ടൊന്നുമില്ല. അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഫാമിലീസ് തമ്മിലുള്ള ക്ലാഷും അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഈ പോലീസുകാർ ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ നോക്കുന്നത്, ഈ ഒരു ഹാരിഗൻ ഫാമിലി എങ്ങനെയാണ് ഈ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഒരു സീരീസാണ്. ഫാമിലിക്ക് അകത്ത് തന്നെയുള്ള കുറേ പൊളിറ്റിക്സ് ഉണ്ട്, അവർ തമ്മിലുള്ള കുറേ അടികളുണ്ട്, അതിനിടയിൽ ഇത്തരത്തിലുള്ള കുറേ സാധനങ്ങൾ. ഒട്ടുമിക്ക മിക്ക വള്ളികളും തീർക്കുക നമ്മുടെ ടോം ഹാർഡിയുടെ ക്യാരക്ടറാണ്. ആൻഡ് ആള് ചില്ലറക്കാരനല്ല. ഞാനീ പറഞ്ഞു മറ്റ് ഫാമിലീസ് അടക്കം മൂപ്പരെ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഒരു തരത്തിലും പിടികൊടുക്കാത്തൊരു ക്യാരക്ടറാണ് മൂപ്പരിങ്ങനെ വന്നിങ്ങനെ ഒരു ഓറ ഉണ്ടല്ലോ, ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ ഈ ഒരു ക്യാരക്ടറിൻ്റെ, കിഡിലാണ്. മൂപ്പര് ആ ഒരു ഷോൾഡറൊക്കെ ഇങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ നമുക്കൊരു അമ്മ എന്തൊരു സാധനം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഭയം ഉണ്ടായില്ല. കാരണം അവർക്ക് ഒന്നും ചെയ്യില്ല. മൂപ്പര് ചെയ്യുന്ന പറയുമ്പോൾ തന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന് ഒരു പേടി വരും. ഇപ്പോൾ മൂപ്പരെ തന്നെ ആരെങ്കിലും കൊല്ലാൻ വന്നാൽ, ആളെ കൊന്നാൽ അവർക്ക് എന്തുണ്ടാവുമെന്ന് മൂപ്പര് അവർക്ക് പറഞ്ഞു കൊടുക്കും, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ ശരി എന്നാ എന്ന് പറഞ്ഞിട്ട് പായം മണിക്ക് അവർ വീട്ടിൽ പോകും എന്ന രീതിയിലുള്ള ഒരു മാരക മാസ് ക്യാരക്ടർ. എന്നാൽ കിഡിലിന് ആക്ഷൻ സീക്വൻസുകളൊന്നും മൂപ്പര് ചെയ്യുന്നില്ല. ഇതിന് മുമ്പ് പണ്ട് മൂപ്പര് ആയ കാലത്ത് ചെയ്തിട്ടെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കിഡിലൻ ഗാങ്സ്റ്റർ സാധനം, അല്ലെങ്കിൽ ഒരു പക്ക ഗാങ്സ്റ്റർ മെറ്റീരിയലായിട്ട് ടോം ഹാർഡി ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് കാസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറയാം. മൂപ്പരുടെ കരിയറിൽ തന്നെ ഒരു വളരെ യൂണീക്ക് ആയിട്ടുള്ള, എന്നാൽ മൂപ്പർക്ക് നന്നായിട്ട് സ്റ്റിച്ച് ആയിട്ടുള്ള ചേരുന്നൊരു ക്യാരക്ടറായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു.
ആൾ തന്നെയാണ് ഈ സീരീസിൻ്റെ ഏറ്റവും വലിയ ഒരു ഓറ എന്ന് പറയാൻ പറ്റുന്നത്. ഇതേപോലെ തന്നെ PS ബ്രോൺസന്റെ ക്യാരക്ടർ, ഈ ഹാരികൻ്റെ ഭാര്യയായിട്ട് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ, ഇത്തരത്തിൽ വള്ളി പ്രശ്നങ്ങൾ കോൺഫ്ലിക്റ്റ് അപ്പോൺ കോൺഫ്ലിക്റ്റ് ആണ് ഈ സാധനത്തിൽ വരിക. എന്നാൽ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടോ ത്രില്ലിംഗ് ആയിട്ടോ ഒന്നുമല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ആക്ഷൻ സീക്വൻസുകളൊക്കെ ഐ തിങ്ക് ടോട്ടലി ഒരു 10 എപ്പിസോഡുകളൊക്കെയാണ് ഉള്ളത്. അതിൽ ആക്ഷൻ സീക്വൻസ് എന്ന് പറയാൻ ഏതൊരു എപ്പിസോഡിൽ ഒരു ചെറിയൊരു സീക്വൻസ് ഉണ്ട്, ഒരു 10 മിനിറ്റ് അത്രേ അതിൽ ആകെ ആക്ഷൻ സീക്വൻസ് ഉള്ളൂ. സോ ആക്ഷൻ പ്രതീക്ഷിച്ച് കാണരുത്, ആക്ഷൻ അല്ല. റിയൽ ആയിട്ട് ഇത്തരത്തിലുള്ള ഗാങ്സ്റ്റർ ഫാമിലീസ് ഉണ്ടെങ്കിൽ അതിനിടയിൽ എന്തായിരിക്കും നടക്കുക എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു സീരീസാണ്. നോബിലൻ്റെ ആക്ഷന് വേണ്ടിയിട്ട് ഞാൻ തൊട്ടടുത്ത സീരീസ് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. സോ ആക്ഷൻ ലവേഴ്സ് ഇഷ്ടപ്പെടില്ല, എന്നാൽ ഒരു ക്ലാസ് ഐറ്റം കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരു കിഡിലായിട്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഈ വർഷം ഇറങ്ങിയതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസ് എന്ന് പറയും. ഈ വർഷം ഇതേപോലത്തെ കുറേ നല്ല സീരീസുകൾ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷങ്ങളെക്കാൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാടാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 6 മാസത്തിൽ തന്നെ ഒരുപാടാണ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒന്നാണ് മോബിലൻഡ്. സോ ഗാങ്സ്റ്റർ ഡ്രാമയാണ്, ആക്ഷൻ അല്ല. അത് ഈ കാര്യം ഓർത്ത് വെച്ച് കാണുക. ആക്ഷൻ പ്രതീക്ഷിച്ചിട്ടേ കാണരുത്. അല്ല, തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു ഹുക്കാവും, ഇതിൻ്റെ ഒരു വൈബ് കിട്ടും. ഇതിങ്ങനെയാണ് പോവുക, ഓക്കെ, ഇങ്ങനെ സ്ലോ പേസിൽ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് സെറ്റായിട്ട് ഈ സാധനം പോകുമെന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടും. ഓൾറെഡി ഒരു ക്ലിഫ് ആങ്കറിലാണ് കൊണ്ട് ഇവർ എൻഡ് ചെയ്തിട്ടുള്ള സീസൺ 1. ഒരു സെക്കൻഡ് സീസൺ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു സീരീസാണ്, തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിൻ്റെ എല്ലാ എപ്പിസോഡും ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഐ തിങ്ക് വേറെ സബ്ബൊന്നും ഇല്ല, ഇംഗ്ലീഷ് ഡബ് തന്നെയാണ്. ദെൻ അടുത്തത് നെറ്റ്ഫ്ലിക്സിനോട് പുറത്തിറങ്ങിയ മേഴ്സി ഫോർ നൺ. ഇതും ഒരു ഗാങ്സ്റ്റർ സീരീസാണ്. ഇതൊരു പക്ക സിമ്പിളായിട്ട് നമ്മുടെ ഈ ജോൺ വിക്കിൻ്റെ ഒക്കെ സ്റ്റോറി എന്ന് പറയില്ല, അതേപോലത്തെ ഒരു സെറ്റപ്പാണ്. ഒരു കൊറിയൻ ജോൺ വിക്ക് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അതിലിപ്പോൾ ഒരു നായ്ക്കുട്ടിയെ കൊന്നിട്ട് ആളുകൾ റിവെഞ്ചിൽ ഇറങ്ങണ പോലെ ഇതേപോലെ പണ്ടൊരു ഗാങ്സ്റ്റർ ഫാമിലിക്ക് വേണ്ടി വർക്ക് ചെയ്ത് പിന്നെ റിട്ടയർ ആയിട്ടുള്ള ഒരു പഴയ അസാസിൻ. സോ അങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെ അനിയൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആളുടെ ഒരു കൊലപാതകം അത് മൂപ്പരെ ഈ ഒരു വേൾഡിലേക്ക്, ഈ ഒരു അണ്ടർ വേൾഡിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. പിന്നീട് അങ്ങോട്ട് നടക്കുന്ന മൂപ്പരുടെ റിവെഞ്ചാണ് ഈ സീരീസിൽ കാണിച്ചു തരിക. അടി എന്ന് പറഞ്ഞാൽ മാരകടിയാണ്, അടി മാത്രമേ ഉള്ളൂ. ഇതിൽ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ മോബ്ലാൻഡ് പോലെ അത്ര ഗംഭീരമായിട്ടുള്ള ഒരു പ്ലോട്ട് ട്വിസ്റ്റുകളോ ക്യാരക്ടർ ആർക്കോ ക്യാരക്ടർ ഡെവലപ്മെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കരുത്. അടി കാണാൻ വേണ്ടിയിട്ട് ചറ അടി, കണ്ണി കാണുന്നവരൊക്കെ അടിയാണ്. ഒരു കോറിഡോർ ഫൈറ്റ് സീക്വൻസുകളൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നത്, നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അത് കൂടാതെ നല്ല എത്ര വയലൻ്റ് ആയിട്ടും എത്ര റിയലിസ്റ്റിക് ആയിട്ട് ഇത് കാണിക്കാൻ പറ്റും അതൊക്കെ തന്നെ ഗംഭീരമായിട്ട് കാണിക്കുന്നത്. ചോര തെറിക്കുന്ന അടിയാണ്, അടിച്ച് പരത്തും. മൂപ്പര് ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ അടി തുടങ്ങുമ്പോൾ മൂപ്പർക്ക് അതൊന്നുമില്ല, മൂപ്പര് അതൊക്കെ മറക്കും എന്നുള്ളത്. സോ ഇങ്ങനത്തെ ലോജിക്കും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് വെറുതെ ബ്ലാങ്ക് മൈൻഡോടെ കണ്ടാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അല്ലാണ്ട് എന്താ ഈ ക്യാരക്ടർ ഇത്ര അടി കൊണ്ടും ചത്തിട്ടില്ല, ഇതെന്ത് വലിയ ഇരുമ്പ് മനുഷ്യനാണെന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ജോൺ വിക്കിനൊക്കെ കുറേ പേര് കുറ്റം പറയും. അങ്ങനെയൊക്കെ വിചാരിച്ച് കാണാതിരിക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ല. സോ അല്ലാതെ ഭയങ്കര ബ്ലാങ്ക് മൈൻഡോടെ നംകിജൂനോ അങ്ങനെ എന്താണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര്, ആളുടെ പ്രോപ്പർ റിവെഞ്ച് മാത്രമേ ഉള്ളൂ. ഈ ഒരു വേൾഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ മൂപ്പരുടെ ഒരു മിഷൻ അടക്കം കംപ്ലീറ്റ് ആവും. എന്നാലും ഇതിൻ്റെ വള്ളികൾ കുറേ ഉണ്ടാവും. സോ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് മൂപ്പർക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരണം, ഇത്രയുള്ള പരിപാടി. സോ അതിനുവേണ്ടി മൂപ്പർ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുള്ള ഒരു സീരീസാണ്. അധികം ലെങ്ത് ഒന്നുമില്ല, എല്ലാം ഒരു 30-40 മിനിറ്റ് മാത്രം ഓരോ എപ്പിസോഡിലുള്ള റൺ ടൈം ഉള്ള. എല്ലാ എപ്പിസോഡിലും അടി കാണണമെന്നുള്ളവർക്ക്, അത് നല്ല വയലൻ്റ് ആയിട്ടുള്ള അടി കാണണമെന്നുള്ളവർക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള സാധനമാണ്. തീർച്ചയായിട്ടും കണ്ടുനോക്കാൻ നെറ്റ്ഫ്ലിക്സിലുണ്ട്. ഇത് ഞാൻ തമിഴ് ഡബ്ഡാണ് കണ്ടത്. ഞാൻ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഓഡിയോയിൽ തമിഴ് കിടക്കുന്നുണ്ടായിരുന്നു. വേറെ ഇന്ത്യൻ ഭാഷകളിൽ ഹിന്ദി പോലും ഞാൻ കണ്ടില്ല. തമിഴുണ്ട്, ഞാൻ ഈ കൊറിയൻ, ഇംഗ്ലീഷ് ഈ ഭാഷകളാണ് ഉള്ളത്. തമിഴ് ഡബ്ബ് നല്ലൊരു ഡബ്ബ് തന്നെയായിരുന്നു, തീർച്ചയായിട്ടും കണ്ടുവെക്കുക. അപ്പോൾ നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ സീരീസ് കാണണമെന്നുണ്ടെങ്കിൽ മോബ്ലാൻഡും, നല്ല ആക്ഷൻ ബാക്ക്ഡായിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ സീരീസ് കാണണമെന്നുണ്ടെങ്കിൽ മേഴ്സി ഫോർ നൺ കണ്ടുവെക്കുക. ഞാൻ രണ്ടും കണ്ടു, എനിക്ക് രണ്ടും ഇഷ്ടമായി. രണ്ടും വെറൈറ്റി ജോണറാണ്, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. എനിക്ക് രണ്ടും ഇഷ്ടമായി. കണ്ടവരുണ്ടെങ്കിൽ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.